Welcome you all. Today we are going to discuss about expert system shells, knowledge engineering and knowledge acquisition. ഈ ഒരു 3 ടോപ്പിക്സിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. എക്സ്പേർട്ട് സിസ്റ്റം ഷെൽസ് എന്താണെന്നും അതുപോലെ തന്നെ നോളജ് എഞ്ചിനീയറിംഗ് എന്താണെന്നും നോളജ് അക്വിസിഷനെ കുറിച്ചിട്ടുമാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ആദ്യം നമുക്ക് എക്സ്പേർട്ട് സിസ്റ്റം ഷെൽസിനെ കുറിച്ച് നോക്കാം. An expert system shell is a software development environment. ഇത് ഒരു സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റിനെയാണ് നമ്മൾ എക്സ്പേർട്ട് സിസ്റ്റം ഷെൽ എന്ന് വിളിക്കുന്നത്. ഇറ്റ് കണ്ടെയ്ൻ ദ ബേസിക് കോമ്പോണൻസ് ഓഫ് എക്സ്പേർട്ട് സിസ്റ്റം. നമ്മളുടെ എക്സ്പേർട്ട് സിസ്റ്റം എന്താണെന്നും അതിൻ്റെ ബേസിക് കോമ്പോണൻസും കാര്യങ്ങളൊക്കെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ നിങ്ങൾ ആ വീഡിയോ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ വീഡിയോ നിങ്ങൾ കാണുക, അതിനുശേഷം ഈ ഒരു വീഡിയോ കാണാം. സോ എക്സ്പേർട്ട് സിസ്റ്റത്തിലുള്ള കോമ്പോണൻസ് ആണ് എവിടെ ഉണ്ടാവുക? ഈ ഒരു എക്സ്പേർട്ട് സിസ്റ്റം ഷെല്ലിൽ ഉണ്ടാവുക. എ ഷെൽ ഈസ് അസോസിയേറ്റഡ് വിത്ത് എ പ്രിസ്ക്രൈബ്ഡ് മെത്തേഡ് ഫോർ ബിൽഡിംഗ് ആപ്ലിക്കേഷൻ ബൈ കോൺഫിഗറിംഗ് ആൻഡ് ഇൻസ്റ്റൻറ്റിനേറ്റിംഗ് ദിസ് കോമ്പോണൻസ്. ഈ ഷെല്ല് എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ്? അസോസിയേറ്റഡ് വിത്ത് ദ പ്രിസ്ക്രൈബ്ഡ് മെത്തേഡ് ഫോർ ബിൽഡിംഗ് ആപ്ലിക്കേഷൻസ്. അത് നമുക്ക് ആപ്ലിക്കേഷൻസ് ബിൽഡ് ചെയ്യാനുള്ള പ്രിസ്ക്രൈബ്ഡ് മെത്തേഡുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുള്ളതാണ് ഈ ഷെല്ല്. ബൈ കോൺഫിഗറിംഗ് ആൻഡ് ഇൻസ്റ്റൻറ്റിനേറ്റിംഗ് ദീസ് കോമ്പോണൻസ്. ഓക്കെ, സോ ഷെൽ കോമ്പോണൻസ് ആൻഡ് ഡിസ്ക്രിപ്ഷൻസ് നമുക്ക് നോക്കാം. ദ ജനറിക് കോമ്പോണൻസ് ഓഫ് എ ഷെൽ. ഒരു ഷെല്ലിൻ്റെ ജനറിക് കോമ്പോണൻസ് എന്തൊക്കെയാണെന്നുള്ളത് പറയുകയാണ് ഇവിടെ ചെയ്യുന്നത്. ദ നോളജ് അക്വിസിഷൻ. ഫസ്റ്റ് വൺ നോളജ് അക്വിസിഷൻ ആണ്. രണ്ടാമത്തത് ദ നോളജ് ബേസ് ആണ്. മൂന്നാമത്തത് ദ റീസണിങ് ആണ്. നാലാമത്തത് എക്സ്പ്ലനേഷൻ ആണ്. ആൻഡ് ദ യൂസർ ഇൻ്റർഫേസ് ആർ ഷോൺ ബിലോ. ദ നോളജ് ബേസ് ആൻഡ് റീസണിങ് എൻജിൻസ് ആർ ദ കോർ കോമ്പോണൻസ്. ഇതിൽ ഇപ്പോൾ പറഞ്ഞിട്ടുള്ള കോമ്പോണൻസിൽ ഏറ്റവും കോർ കോമ്പോണൻസ് എന്ന് പറയുന്നത് നോളജ് ബേസും അതുപോലെ തന്നെ റീസണിങ് എൻജിനുമാണ്. സോ നമുക്ക് അത് ഈ ഒരു ഷെല്ലിൻ്റെ കോമ്പോണൻസ് കാണിക്കുന്ന ഡയഗ്രം നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഇതാണ് ഒരു എക്സ്പേർട്ട് സിസ്റ്റം ഷെല്ല് എന്ന് പറയുന്നത്. സോ അതിൽ ഇതുണ്ടോ നോളജ് അക്വിസിഷൻ കോമ്പോണൻറ്റ്, അത് നോളജ് അക്വിസിഷൻ സബ് സിസ്റ്റം ഇവിടെ ഉണ്ട്. അതുപോലെ തന്നെ നോളജ് ബേസ് ഉണ്ട്. അതിൽ ഫാക്ട്സും ഹ്യൂറിസ്റ്റിക്കും ഒക്കെ ആയിരിക്കും അതിൽ നോളജ് ബേസിൽ ഉണ്ടാവുക. അതേപോലെ തന്നെ ഇൻഫറൻസ് മെക്കാനിസംസ് ഉണ്ട് ഇവിടെ വേറൊരു സബ് സിസ്റ്റമായിട്ട്. എന്താണ് റീസണിങ് വിത്ത് അൺസർട്ടിനിറ്റി ഒക്കെ വരുന്നത് ഈ ഒരു ഭാഗത്താണ്, ഇൻഫറൻസ് മെക്കാനിസത്തിലാണ്. അതുപോലെ തന്നെ എക്സ്പ്ലനേഷൻ സബ് സിസ്റ്റം ഉണ്ട്, യൂസർ ഇൻ്റർഫേസ് ഉണ്ട്. സോ ഇത്രയും ആണ് എക്സ്പേർട്ട് സിസ്റ്റം ഷെൽസിൻ്റെ കോമ്പോണൻസ് എന്ന് പറയുന്നത്. സോ എക്സ്പേർട്ട് ഈ ഒരു എക്സ്പേർട്ട് സിസ്റ്റം ഷെൽ യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു? യൂസറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. നോളജുകളൊക്കെ ട്രാൻസ്ഫർ ചെയ്യാനൊക്കെ നമ്മൾ ഈ എക്സ്പേർട്ട് സിസ്റ്റം ഷെൽസ് ആണ് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ ഇത് നോളജ് എഞ്ചിനീയറിങ്ങിൻ്റെ ഒരു പാർട്ടാണ്. ആൾ ദിസ് കോമ്പോണൻസ് ആർ ഡിസ്ക്രൈബ്ഡ് ഇൻ ദ നെക്സ്റ്റ് സ്ലൈഡ്. ദാറ്റ് മീൻസ് നമുക്ക് ഓരോ കോമ്പോണൻസും നമുക്ക് എന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് ഇവിടെ നോക്കാം. ഫസ്റ്റ് വൺ നോളജ് ബേസ് ആണ്. നോളജ് ബേസ് എ സ്റ്റോർ ഓഫ് ഫാക്ച്വൽ ആൻഡ് ഹ്യൂറിസ്റ്റിക്കൽ നോളജ്. ഇത് നോളജ് ബേസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നോളജിൻ്റെ എന്താണ് ഒരു ഹ്യൂറിസ്റ്റിക് നോളജിൻ്റെ അല്ലെങ്കിൽ ഫാക്ച്വൽ നോളജിൻ്റെ ഒരു സ്റ്റോർ ചെയ്യുന്ന പ്ലേസ് ആണ് നോളജ് ബേസ് എന്ന് പറയുന്നത്. എക്സ്പേർട്ട് സിസ്റ്റം ടൂൾ പ്രൊവൈഡ് വൺ ഓർ മോർ നോളജ് റെപ്രസെൻറ്റേഷൻ സ്കീമ ഫോർ എക്സ്പ്രസിങ് നോളജ് അബൌട്ട് ദ ആപ്ലിക്കേഷൻ ഡൊമൈൻ. എന്താണ് നമുക്ക് എക്സ്പേർട്ട് സിസ്റ്റത്തിൽ നോളജിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറേ മെത്തേഡ്സുകളുണ്ട്. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. 3 മെത്തേഡ്സുകൾ നമ്മൾ മെയിനായിട്ടുള്ള 3 മെത്തേഡ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് ഇവിടെയും അത് പറയുന്നുണ്ട്. ഫ്രെയിംസ്, ഈഫ് ദെൻ റൂൾസ് ഒക്കെ എന്തായിരുന്നു അതിൻ്റെ ഭാഗമായിട്ട് വന്നിട്ടുണ്ടായിരുന്ന മെത്തേഡ്സ് ആയിരുന്നു. സോ ഹ്യൂറിസ്റ്റിക് ബേസിൽ നമ്മൾ നോളജ് ബേസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നോളജ് ബേസ് എന്ന് പറയുന്നത് എന്താണ്? നോളജിനെ നമ്മൾ സ്റ്റോർ ചെയ്യാൻ വേണ്ടി എക്സ്പേർട്ട് സിസ്റ്റത്തിലുള്ള ഒരു കോമ്പോണൻ്റ് ആണ് നോളജ് ബേസ് എന്ന് പറയുന്നത്. അതിലുണ്ടാവുന്ന അതിൽ നോളജ് റെപ്രസെൻറ്റ് ചെയ്യാനുള്ള മെത്തേഡ്സുകളും ആണ് ഇവിടെ ജസ്റ്റ് ഒന്ന് ഓർമ്മപ്പെടുത്തിയത്. സോ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ ഓൾറെഡി അതിനെ പറ്റി ഡിസ്കസ് ചെയ്തതാണ് നോളജ് ബേസിനെ കുറിച്ചിട്ട്. ദെൻ രണ്ടാമത്തെ എക്സ്പേർട്ട് സിസ്റ്റം ഷെല്ലിൻ്റെ കോമ്പോണൻ്റ് ആണ് റീസണിങ് എഞ്ചിൻ എന്ന് പറയുന്നത്. റെഫറൻസ് മെക്കാനിസം ഫോർ മാനിപ്പുലേറ്റിംഗ് ദ സിംബോളിക് ഇൻഫർമേഷൻ ആൻഡ് നോളജ് in the knowledge base form a line of reasoning in solving a problem. That means reasoning ഇൻഫറൻസിങ് മെക്കാനിസംസ് ഒക്കെ നമ്മൾ ഓൾറെഡി പഠിച്ചതാണ്. സോ എന്താണ് നമ്മളിപ്പോൾ
നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, നമ്മളതിൽ നോളജ് ബേസിലൊക്കെ സ്റ്റോർ ചെയ്തിട്ടുള്ള ഇൻഫോർമേഷൻസ് അല്ലെങ്കിൽ സിംബോളിക് ഇൻഫർമേഷൻ നമുക്ക് മാനിപ്പുലേറ്റ് ചെയ്യേണ്ടി വരും. സോ മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻഫറൻസ് മെക്കാനിസംസ് ആണ് യൂസ് ചെയ്യാറുള്ളത്. സോ നോളജ് ബേസിലുള്ള നോളജിനെ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും, മാനിപ്പുലേറ്റ് ചെയ്യേണ്ടി വരും. സോ നമ്മളതിന് റീസണിങ് യൂസ് ചെയ്യുന്നു, ഇൻഫറൻസ് മെക്കാനിസംസ് യൂസ് ചെയ്യുന്നു. എന്താണ് പ്രോബ്ലം സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു റീസണിങ് ആണ് നമ്മൾ ഉപയോഗപ്പെടുത്തുന്നത്. ദ ഇൻഫറൻസ് മെക്കാനിസം ക്യാൻ റേഞ്ച് ഫ്രം സിമ്പിൾ മോഡസ് പോണസ് ബാക്ക്വേർഡ് ചെയിനിങ് ഓഫ് ഇഫ് ദെൻ റൂൾസ് ടു കേസ് ബേസ്ഡ് റീസണിങ് അല്ലേ. സോ നമ്മൾ റീസണിങ്ങിന് രണ്ട് തരത്തിൽ ഫോർവേഡ് റീസണിങ്ങും ബാക്ക്വേർഡ് റീസണിങ്ങും ഒക്കെ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്തതാണ്. സോ ആ ഒരു റീസണിങ് കൺസെപ്റ്റാണ് ഇവിടെയും വരുന്നത്. ഓക്കെ, ദെൻ മൂന്നാമത്തെ കോമ്പോണൻ്റ് ആണ് നോളജ് അക്വിസിഷൻ സബ്സിസ്റ്റം എന്ന് പറയുന്നത്. സോ ഇതിനെക്കുറിച്ചിട്ട് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് താഴെ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ജസ്റ്റ് ഒന്ന് പറയുകയാണ്, എക്സ്പേർട്ട് സിസ്റ്റം ഷെല്ലിലെ നോളജ് അക്വിസിഷൻ സബ്സിസ്റ്റത്തിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത്. എ സബ്സിസ്റ്റം ടു ഹെൽപ്പ് എക്സ്പേർട്സ് ഇൻ ബിൽഡിംഗ് നോളജ് ബേസസ്. നോളജ് ബേസസുകൾ ബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് എക്സ്പേർട്സിനെ സഹായിക്കുന്ന ഒരു സബ്സിസ്റ്റമാണ് നോളജ് അക്വിസിഷൻ സബ്സിസ്റ്റം എന്ന് പറയുന്നത്. ഹൗവർ കളക്റ്റിംഗ് നോളജ്, എന്തിനൊക്കെയാണത്, നോളജ് കളക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ നീഡഡ് ടു സോൾവ് പ്രോബ്ലം ആൻഡ് ബിൽഡ് ദ നോളജ് ബേസ്, അതുപോലെ തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ, അതുപോലെ തന്നെ നോളജ് ബേസ് ബിൽഡ് ചെയ്തെടുക്കാൻ ഈസ് ദ ബിഗ്ഗസ്റ്റ് ബോട്ട്ലിങ്ക് ഇൻ ബിൽഡിംഗ് എക്സ്പേർട്ട് സിസ്റ്റം. സോ ഈ നോളജ് അക്വിസിഷൻ സബ്സിസ്റ്റം എന്ന് പറയുന്നത് ഏറ്റവും ഒരു ബോൺ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, ഒരു എക്സ്പേർട്ട് സിസ്റ്റത്തിന് അത്യാവശ്യമായിട്ട് വേണ്ട ഒരു സബ്സിസ്റ്റമാണിത്. ഇതുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നോളജ് അക്വയർ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ പറ്റുള്ളൂ, കളക്ട് ചെയ്യാനും അത് വെച്ചിട്ട് സോൾവ് ചെയ്യാനും അത് സ്റ്റോർ ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. ഓക്കെ, ദെൻ അതാണ് നോളജ് അക്വിസിഷൻ സബ്സിസ്റ്റം എന്ന് പറഞ്ഞാൽ. അതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ താഴെ പറയുന്നുണ്ട്. ദെൻ എക്സ്പ്ലനേഷൻ സബ്സിസ്റ്റം ഉണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. എക്സ്പ്ലനേഷൻ സബ്സിസ്റ്റം, ഇൻഫറൻസ് മെക്കാനിസം കഴിഞ്ഞ് കഴിഞ്ഞാൽ എക്സ്പ്ലനേഷൻ സബ്സിസ്റ്റം ഇവിടെ കാണാൻ പറ്റും. സോ അതെന്താണെന്നുള്ളത് നോക്കാം. എ സബ്സിസ്റ്റം ദാറ്റ് എക്സ്പ്ലെയിൻ ദ സിസ്റ്റംസ് ആക്ഷൻസ്, അഥവാ സിസ്റ്റത്തിൻ്റെ ആക്ഷൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന സബ്സിസ്റ്റമാണ് എക്സ്പ്ലനേഷൻ സബ്സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. ദ എക്സ്പ്ലനേഷൻ ക്യാൻ റേഞ്ച് ഫ്രം ഹൗ ദ ഫൈനൽ ഓർ ഇൻ്റർമീഡിയറ്റ് സൊല്യൂഷൻ വെർ അറൈവ്ഡ് അറ്റ് ജസ്റ്റിഫൈങ് ദ നീഡ് ഫോർ അഡീഷണൽ ഡാറ്റ. ദാറ്റ് മീൻസ് നമ്മൾ പറഞ്ഞു ഒരു സിസ്റ്റം ആക്ഷൻസിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് ഈ ഒരു സബ്സിസ്റ്റം എക്സ്പ്ലനേഷൻ സബ്സിസ്റ്റം യൂസ് ചെയ്യുന്നത് പറഞ്ഞു. ഈ ഒരു എക്സ്പ്ലനേഷൻ്റെ റേഞ്ച് എവിടെ നിന്നാണ്, ഫ്രം ഹൗ ദ ഫൈനൽ ഓർ ഇൻ്റർമീഡിയറ്റ് സൊല്യൂഷൻ ഫോർ അറൈവ്ഡ്, ആ ഒരു ഫൈനലായിട്ടുള്ള അല്ലെങ്കിൽ ഇൻ്റർമീഡിയറ്റ് ആയിട്ടുള്ള സൊല്യൂഷൻ വന്നിട്ടുള്ള അതാണ് അതിൻ്റെ റേഞ്ച് എന്ന് പറയുന്നത്. ഓക്കെ, സോ ആ ഒരു അത് വെച്ചിട്ടാണ് ഈ ഒരു എക്സ്പ്ലനേഷൻ സബ്സിസ്റ്റത്തിൻ്റെ എക്സ്പ്ലനേഷൻ സബ്സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതാണ്. ദെൻ യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്ന ഫൈനലി നമുക്ക് ഇവിടെ കാണാൻ പറ്റും. യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്ന ഭാഗം, അതിനപ്പുറം തന്നെ യൂസറും ഉണ്ട്. സോ നമുക്കറിയുന്നതാണ് യൂസർ ഇൻ്റർഫേസ് നമുക്ക് എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ആർക്കായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, യൂസറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എക്സ്പേർട്ട് സിസ്റ്റത്തിനുള്ള ഒരു പോർഷനാണ് യൂസർ ഇൻ്റർഫേസ് എന്ന് പറയുന്നത്. ദ യൂസർ ഇൻ്റർഫേസ് ഈസ് ജനറലി നോട്ട് എ പാർട്ട് ഓഫ് എക്സ്പേർട്ട് സിസ്റ്റം ടെക്നോളജി. അതെന്തല്ല, ഒരു എക്സ്പേർട്ട് സിസ്റ്റം ടെക്നോളജിയുടെ പാർട്ടല്ല. ഇറ്റ് വാസ് നോട്ട് ഗിവൺ മച്ച് അറ്റൻഷൻ ഇൻ ദ പാസ്റ്റ്. ഹൗവർ ദ യൂസർ ഇൻ്റർഫേസ് ക്യാൻ മേക്ക് a critical difference in the previewed utility of an expert system. So നമുക്ക് എന്താണ് ഒരു ഇൻ്റർഫേസ്, നമ്മൾ ഈ ഒരു ഇൻ്റർഫേസ് യൂസ് ചെയ്തിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഈ ഇപ്പോൾ എക്സ്പ്ലനേഷൻ സബ്സിസ്റ്റംസ് ഒക്കെ ഇതിപ്പോൾ നമുക്കിങ്ങനെ കാണാൻ പറ്റും. ആദ്യം അക്വയർ ചെയ്യുന്നു, അതിന് നോളജ് ബേസിൽ സ്റ്റോർ ചെയ്യുന്നു, ദെൻ അതിന് ഇൻഫറൻസിങ് എന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്യുന്നു, ദെൻ ആ ഒരു സബ്സിസ്റ്റത്തിനെ കുറിച്ചിട്ട് എക്സ്പ്ലനേഷൻ കൊടുക്കുന്നു, അത് യൂസർ ഇൻ്റർഫേസുമായി എന്ത് ചെയ്യുന്നു, യൂസറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. സോ ആ ഒരു രീതിയിലാണ് വരുന്നത്. സോ യൂസർ ഇൻ്റർഫേസ് നമുക്ക് എല്ലായിടത്തും കാണാൻ പറ്റില്ല, അത് എന്ത് ചെയ്യുന്നില്ല, എക്സ്പേർട്ട് സിസ്റ്റം ടെക്നോളജീസിൽ ഒരു പാർട്ടാവണം എന്നില്ല. ജനറലി അതൊരു പാർട്ടല്ല എന്നുള്ളതാണ്. ഓക്കെ, ദെൻ നമുക്ക് നോളജ് എഞ്ചിനീയറിങ്ങിനെ കുറിച്ചിട്ട് നോക്കാം. ഒരു ചെറിയ ടോപ്പിക്കാണ്, അതിൻ്റെ അണ്ടറിൽ കുറേ കാര്യങ്ങൾ വരുന്നുണ്ട്. നോളജ് എഞ്ചിനീയറിങ്ങിൽ വരുന്ന നോളജ് അക്വിസിഷൻസും കാര്യങ്ങളൊക്കെ നോളജ് എഞ്ചിനീയറിങ്ങിൻ്റെ അണ്ടറിൽ വരുന്ന കാര്യങ്ങളാണ്. സോ നോളജ് എഞ്ചിനീയറിംഗ് ഈസ് എ ബ്രാഞ്ച് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ദാറ്റ് ഡെവലപ്പ് റൂൾസ് ദാറ്റ് ആർ അപ്ലൈഡ് ടു ഡാറ്റ ഇൻ ഓർഡർ ടു ഇമിറ്റേറ്റ് ദ ടഫ് പ്രോസസ് ഓഫ് എ ഹ്യൂമൻ ദാറ്റ് ഈസ് an expert on a specific topic. നോളജ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒരു പാർട്ടാണ്, ഒരു ബ്രാഞ്ചാണ്.
അത് എന്ത് ഡെവലപ്പ് ചെയ്യുന്നു? റൂൾസ് ഡെവലപ്പ് ചെയ്യുന്നു. അഥവാ ഡാറ്റയിൽ അപ്ലൈ ചെയ്യാനുള്ള എന്ത് ചെയ്യുന്നു? റൂൾസ് ഡെവലപ്പ് ചെയ്യാണ് ഈ ഒരു നോളജ് എഞ്ചിനീയറിങ് ചെയ്യാറുള്ളത്. സോ ആ റൂൾസിന് ബേസ് ചെയ്തിട്ടായിരിക്കും എഞ്ചിനീയറിങ് പ്രോസസ്സ് നടക്കുന്നുണ്ടാവുക. സോ നമുക്കറിയാം, ഒരു ഹ്യൂമൻ എക്സ്പേർട്ട് ചെയ്യുന്ന പ്രോസസ്സുകൾ നമ്മൾ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിൽ ഒരു ഹ്യൂമൻ എക്സ്പേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇമിറ്റേറ്റ് ചെയ്യാണ് സാധാരണ നമ്മൾ ചെയ്യുന്നത്. ഇമിറ്റേറ്റ് ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊരു കമ്പ്യൂട്ടറിനെ കൊണ്ട് ചെയ്യിപ്പിക്കുകയാണ്, ഒരു ഇമിറ്റേറ്റ് ചെയ്യുകയാണ് അത് ചെയ്യുന്നത്. സോ അത് ടഫായിട്ടുള്ള പ്രോസസ്സാണ്. സോ ടഫായിട്ടുള്ള ഈ ഒരു പ്രോസസ്സിന് നമ്മൾ ചെയ്യാറുള്ളത് നോളജ് എഞ്ചിനീയറിങ്ങിൽ കുറേ റൂൾസും കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യും. സോ അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇങ്ങനെ ഹ്യൂമൻ എക്സ്പേർട്ട് ചെയ്യുന്ന കാര്യങ്ങൾ ഒരു എക്സ്പേർട്ട് സിസ്റ്റം കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. സോ അതാണ് നോളജ് എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. സോ ഇറ്റ് ഇൻ ഇറ്റ്സ് ഇനീഷ്യൽ ഫോം നോളജ് എഞ്ചിനീയറിംഗ് ഫോക്കസ്ഡ് ഓൺ എ ട്രാൻസ്ഫർ പ്രോസസ്സ്. ഈ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിൽ നോളജ് എഞ്ചിനീയറിംഗ് എന്തിലായിരുന്നു ഫോക്കസ് ചെയ്തുകൊണ്ടിരുന്നത്? പ്രോസസ്സുകൾ ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി മാത്രമായിരുന്നു നോളജ് എഞ്ചിനീയറിംഗ് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. ട്രാൻസ്ഫറിങ് ദ എക്സ്പെർട്ടൈസ് ഓഫ് എ പ്രോബ്ലം സോൾവിങ് ഹ്യൂമൻ ഇൻ ടു എ പ്രോഗ്രാം that could take the same data and make the same conclusions. That means ഒരു ഹ്യൂമൻ പ്രോബ്ലം സോൾവിങ് എന്താക്കി മാറ്റുകയായിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്? ഒരു പ്രോഗ്രാം. ആ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ഒരു പ്രോഗ്രാം ആക്കി മാറ്റുന്നു. അത് ആ ഒരു രണ്ടും എന്ത് ചെയ്യുന്നു? സെയിം കൺക്ലൂഷനിലെത്തുന്നു. ആ ഒരു രീതിയിലായിരുന്നു ട്രാൻസ്ഫറിങ് പ്രോസസ്സുകൾക്ക് വേണ്ടിയിട്ടായിരുന്നു മെയിനായിട്ടും നോളജ് എഞ്ചിനീയറിംഗ് ഫസ്റ്റ് ഇനീഷ്യൽ സ്റ്റേജിൽ ഫോക്കസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. Then it was determined that transfer processing had its limitations as it did not accurately reflect how humans make decisions. പക്ഷേ അതിനുശേഷം മനസ്സിലായി ഹ്യൂമൻസിൻ്റെ ഡിസിഷൻ മേക്ക് ചെയ്യുന്നതിന് എന്നാണ് ആക്യുറേറ്റ് ആയിട്ടുള്ളത്. സോ അതിലെന്തുണ്ട്? അത് നോട്ട് ആക്യുറേറ്റ്ലി റിഫ്ലക്റ്റ്. അത് ഇപ്പോൾ ഇങ്ങനെ ചെയ്യുന്നത് കൊണ്ട് അതെന്ത് ചെയ്യുന്നില്ല? ആക്യുറേറ്റ്ലി അത് റിഫ്ലക്റ്റ് ചെയ്യുന്നില്ല എന്നുള്ളത് മനസ്സിലായി. സോ അതുകൊണ്ട് തന്നെ ഈ ഒരു ലിമിറ്റേഷൻ മനസ്സിലാക്കിയതുകൊണ്ട് ഇറ്റ് ഡിഡ് നോട്ട് കൺസിഡർ ഇൻഡ്യൂഷൻ ആൻഡ് ഗെറ്റ് ഗുഡ് ഫീലിംഗ് നോൺ ആസ് അനലോഗസ് റീസണിങ് ആൻഡ് നോൺ ലീനിയർ തിങ്കിങ് ദാറ്റ് ഓഫ്റ്റൺ മേ നോട്ട് ബി ലോജിക്കൽ. അഥവാ നമുക്കറിയാം, ഇപ്പോൾ ഒരു എക്സ്പേർട്ട് സിസ്റ്റം കൊണ്ട് ചെയ്യിക്കുന്നതും ഒരു എക്സ്പേർട്ട് ഹ്യൂമനെ കൊണ്ട് ഒരു പ്രോബ്ലം സോൾവ് ചെയ്യിപ്പിക്കുന്നതും രണ്ടും ഡിഫറൻസ് ഉണ്ട്. സോ ഹ്യൂമൺ ആകുന്ന സമയത്ത് അതിലെന്തുണ്ടാവും? ഇൻഡ്യൂഷൻസും അല്ലെങ്കിൽ ഫീലിങ്സും ഒക്കെ അവിടെ ഇൻവോൾവ്ഡ് ആണ്. പക്ഷേ ഒരു എക്സ്പേർട്ട് സിസ്റ്റം ആകുമ്പോൾ അതെന്തല്ല, ഇൻവോൾവ്ഡ് അല്ല. സോ അതുകൊണ്ട് തന്നെ രണ്ടിലും ഡിഫറൻസ് ഉണ്ട്, ലിമിറ്റേഷൻസ് ഉണ്ട്. സോ അതുകൊണ്ട് തന്നെ നമുക്ക് നോളജ് എഞ്ചിനീയറിംഗ് ഒരു പ്രോസസ് ട്രാൻസ്ഫറിന് മാത്രം ഉപയോഗിക്കാൻ, അതിൽ മാത്രം ഫോക്കസ്ഡ് ആവാൻ പറ്റില്ല. ഓക്കെ, കാരണം അതിൽ കുറേ ലിമിറ്റേഷൻസ് ഉണ്ട്. Then today knowledge engineering uses a modeling process that creates a system that touches upon the same result as the expert without following the same path or using the same information sources. പക്ഷേ ഇന്ന് നോളജ് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത് യൂസസ് ഒരു മോഡലിംഗ് പ്രോസസ്സാണ് നടക്കുന്നത്. മോഡലിംഗ് പ്രോസസ്സ് എങ്ങനെയാണ് ചെയ്യുന്നത്? മോഡലിംഗ് പ്രോസസ്സാണ് ഇന്ന് ചെയ്യുന്നത്. മറ്റു ട്രാൻസ്ഫറിങ് പ്രോസസ്സായിരുന്നു. സോ ഇവിടെ മോഡലിംഗ് പ്രോസസ്സാണ് ഇപ്പോൾ ചെയ്യുന്നത്. അത് എന്താ ചെയ്യുന്നത്? ക്രിയേറ്റ് എ സിസ്റ്റം. അഥവാ ടച്ച് ചെയ്യുമ്പോൾ ദാറ്റ് മീൻസ് നമുക്ക് ആ സെയിം റിസൾട്ട് തന്നെ, ഒരു ഹ്യൂമൻ എക്സ്പേർട്ട് ചെയ്യുന്ന അതേ റിസൾട്ട് തന്നെ കിട്ടുന്നു. എങ്ങനെയല്ല? ഹ്യൂമൻ ചെയ്യുന്ന അതേ പാത്തിലൂടെ പോയിട്ടല്ല, അല്ലെങ്കിൽ സെയിം ഇൻഫർമേഷൻ സോഴ്സുകൾ യൂസ് ചെയ്തിട്ടല്ല, അല്ലാതെ അതേ റിസൾട്ട് നമുക്ക് കിട്ടുന്ന തരത്തിലുള്ള സിസ്റ്റംസിനെ ഡെവലപ്പ് ചെയ്യാനാണ് ഇപ്പോൾ നോളജ് എഞ്ചിനീയറിംഗ്, മോഡലിംഗ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ നോളജ് എഞ്ചിനീയറിംഗ് യൂസ് ചെയ്യുന്നത്. സോ ദ ഗോൾ ഓഫ് നോളജ് എഞ്ചിനീയറിംഗ് ഈസ് ഫോർ ഇറ്റ് ടു ബി ഇംപ്ലിമെൻറ്റഡ് ഇൻ ടു സോഫ്റ്റ്വെയർ ദാറ്റ് വിൽ മേക്ക് ഡിസിഷൻ ദാറ്റ് ഹ്യൂമൻ എക്സ്പേർട്ട് വുഡ് സച്ച് ആസ് എൻ ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ്. അഥവാ ഇപ്പോൾ നോളജ് എഞ്ചിനീയറിങ്ങിൻ്റെ ഗോൾ എന്ന് പറയുന്നത് എന്താണ്? ഈസ് ഫോർ ഇറ്റ് ടു ബി ഇംപ്ലിമെൻറ്റഡ് ഇൻ ടു സോഫ്റ്റ്വെയർസ് ആണ്. സോ സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യുന്നു. ഈ ഒരു ഡിസിഷൻസ്, ഹ്യൂമൻ എക്സ്പേർട്സിനെ പോലെ ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നു? സോഫ്റ്റ്വെയർസ് ഇംപ്ലിമെൻറ്റ് ചെയ്യുകയാണ് ഇപ്പോൾ നോളജ് എഞ്ചിനീയറിംഗ് വഴി ചെയ്യുന്നത്. ഫിനാൻഷ്യൽ അഡ്വൈസേഴ്സ് പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്താണ്? ഇപ്പോൾ എക്സ്പേർട്ട് സിസ്റ്റംസ് ആണ്. സോ knowledge engineering is already being used in decision support softwares, and it is expected that
some point it will be used to make better decision than human experts. So knowledge engineering ഇപ്പോൾ ഡിസിഷൻ സപ്പോർട്ട് സോഫ്റ്റ്വെയർസിൽ ഉപയോഗിക്കുന്നുണ്ട്. സോ ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് എന്താണ്, ഇപ്പോൾ ഹ്യൂമൻ എക്സ്പേർട്സിനെക്കാട്ടിലും പെട്ടെന്ന് ഡിസിഷൻസ് മേക്ക് ചെയ്യാൻ ഇങ്ങനെയുള്ള എക്സ്പേർട്ട് സിസ്റ്റംസിന് നോളജ് എഞ്ചിനീയറിംഗ് യൂസ് ചെയ്തിട്ട് പറ്റുന്നുണ്ട് എന്നുള്ളതാണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നോളജ് എഞ്ചിനീയറിങ്ങിനെ കുറിച്ചിട്ട് ഡിസ്കസ് ചെയ്യാനുള്ളത്. നെക്സ്റ്റ് നമുക്ക് നോളജ് അക്വിസിഷൻ എന്ന് പറയുന്ന നോളജ് എക്സ്പേർട്ട് സിസ്റ്റത്തിൻ്റെ മെയിൻ കോമ്പോണൻറ്റ് അല്ലെങ്കിൽ മെയിൻ പാർട്ട്, മെയിൻ സ്റ്റെപ്പ് എന്നൊക്കെ നമുക്ക് പറയാവുന്ന നോളജ് അക്വിസിഷനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ടൊന്ന് നോക്കാം. നോളജ് അക്വിസിഷൻ ഈസ് ദ ഗാദറിങ് ഓർ കളക്റ്റിംഗ് നോളജ് ഫ്രം വേരിയസ് സോഴ്സസ്. നോളജ് അക്വിസിഷൻ എന്നുള്ള പേരിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്. ഗാദറിങ് അല്ലെങ്കിൽ കളക്റ്റിംഗ് നോളജ് ഫ്രം വേരിയസ് സോഴ്സിൽ നിന്നും എന്ത് ചെയ്യുന്നു, നോളജിനെ കളക്ട് ചെയ്യുക, ഗാദർ ചെയ്യുന്നതിനെയാണ് നമ്മൾ നോളജ് അക്വിസിഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ദ പ്രോസസ് ഓഫ് ആഡിങ് ന്യൂ നോളജ് ടു എ നോളജ് ബേസ് ആൻഡ് റിഫൈനിങ് ഓർ ഇംപ്രൂവിങ് നോളജ് ദാറ്റ് വാസ് പ്രീവിയസ്ലി അക്വയർഡ്. സോ നമുക്കറിയാം ഒരു നോളജ് അക്വിസിഷൻ വഴി എന്ത് ചെയ്യുന്നു, നമ്മൾ നോളജ് ബേസിലോട്ടാണ് ആഡ് ചെയ്യാറുള്ളത്. സോ അങ്ങനെ ആഡ് ചെയ്തിട്ടുള്ള നമ്മളിപ്പോൾ പുതിയൊരു ഇൻഫോർമേഷന്, പുതിയൊരു നോളജിനെ നമുക്ക് നോളജ് ബേസിലോട്ട് ആഡ് ചെയ്യുന്ന ഈ ഒരു പ്രോസസ്സിനെ നമുക്ക് നോളജ് അക്വിസിഷൻ എന്ന് വിളിക്കാം. അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഓൾറെഡി നോളജ് ബേസിലുള്ള ഓൾറെഡി അക്വയർ ചെയ്തിട്ടുള്ള നോളജിനെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യിക്കാനോ അല്ലെങ്കിൽ റിഫൈനിങ് ചെയ്യിക്കാനോ നമുക്ക് നോളജ് അക്വിസിഷൻ നടത്താവുന്നതാണ്. ഓക്കെ, so acquisition is the process of expanding the capability of a system to improving its performance at some specific task. അതുപോലെ തന്നെ നമുക്കറിയാം അക്വിസിഷൻസ് ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പ്രോസസ്സിനെ എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും, പ്രോസസ്സിൻ്റെ കപ്പബിലിറ്റീസ് എക്സ്പാൻഡ് ചെയ്യാൻ പറ്റും. കാരണം എന്താണ്, നമുക്ക് ഇങ്ങനെ നോളജ് അക്വിസിഷൻ നടത്തിക്കൊണ്ട് സിസ്റ്റത്തിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യിക്കാനും ഒക്കെ പറ്റും. ഒരു പർട്ടിക്കുലർ ടാസ്കിൻ്റെ പെർഫോമൻസ് ഇമ്പ്രൂവ് ചെയ്യിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നോളജ് അക്വിസിഷൻസ് കൊടുക്കാവുന്നതാണ്, അപ്ലൈ ചെയ്യാവുന്നതാണ്. സോ അക്വിസിഷൻ ഈസ് യൂഷ്വലി അസോസിയേറ്റഡ് വിത്ത് സം ഡെഫിനിറ്റ് പർപ്പസ് സച്ച് ആസ് എക്സ്പാൻഡിങ് ദ കപ്പബിലിറ്റീസ് ഓഫ് സിസ്റ്റംസ്. അക്വിസിഷൻ എന്ന് പറയുന്നത് ഈസ് യൂഷ്വലി എന്തുമായിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടാണ്, സം ഡെഫിനിറ്റ് പർപ്പസ് ഉണ്ടാവും. സോ അക്വിസിഷൻ കൊണ്ട് ഡെഫിനിറ്റ് പർപ്പസ് ഉണ്ടാവും. അപ്പം ചിലപ്പോൾ എന്തായിരിക്കും, സിസ്റ്റത്തിൻ്റെ കപ്പബിലിറ്റി എക്സ്പാൻഡ് ചെയ്യാനായിരിക്കും, അല്ലെങ്കിൽ ഇമ്പ്രൂവ് ചെയ്യിക്കാനായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പെർഫോമൻസ് എന്താണ് എൻഹാൻസ് ചെയ്യിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു പർട്ടിക്കുലർ ടാസ്കിൻ്റെ പെർഫോമൻസ് എൻഹാൻസ് ചെയ്യിക്കാനോ ഇമ്പ്രൂവ് ചെയ്യിക്കാനോ അല്ലെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ കപ്പബിലിറ്റീസ് എക്സ്പാൻഡ് ചെയ്യിക്കാനോ അതിനൊക്കെ വേണ്ടിയിട്ടായിരിക്കും അക്വിസിഷൻസ് നമ്മൾ ഉപയോഗിക്കുക. സോ അതിനൊരു പർപ്പസ് ഉണ്ടാവും, ഏതൊരു അക്വിസിഷനും നമുക്ക് അതിനൊരു പർപ്പസ് ഉണ്ടാവും. സോ അക്വയർഡ് നോളജ് കൺസിസ്റ്റ് ഓഫ് ഫാക്ട്സ്. നമ്മളിപ്പോൾ ഇങ്ങനെ നോളജ് അക്വിസിഷൻ വഴി അക്വയർ ചെയ്തിട്ടുള്ള നോളജിൽ എന്തൊക്കെ കൺസിസ്റ്റ് ചെയ്യും, ഫാക്ട്സ് ഉണ്ടാവാം, റൂൾസ് ഉണ്ടാവാം, കൺസെപ്റ്റ്സ് ഉണ്ടാവാം, പ്രൊസീജിയേഴ്സ് ഉണ്ടാവാം, മേ ബി ഫോർമുലാസ് ഉണ്ടാവാം, റിലേഷൻഷിപ്പ് ഉണ്ടാവും, സ്റ്റേറ്റ്മെൻറ്റ്സ് ഉണ്ടാവും, പ്ലാൻസ് ഉണ്ടാവും, ഹ്യൂറിസ്റ്റിക്സ് ഉണ്ടാവും, അല്ലെങ്കിൽ അനദർ റെലവൻറ്റ് ഇൻഫർമേഷൻസും കാര്യങ്ങളൊക്കെ. അപ്പോൾ നമ്മൾ അക്വയർ ചെയ്യുന്ന നോളജിൽ ഇത് ഏതിലും ആവാം, മേ ബി ഫാക്ട്സ് ആവാം, എന്തും ആവാം എന്നുള്ളതാണ്. സോ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ആ നോളജിൽ കണ്ടെയ്ൻ ചെയ്യാവുന്നതാണ്. സോ ദി ന്യൂലി അക്വയർഡ് നോളജ് ഷുഡ് ബി ഇൻറ്റഗ്രേറ്റഡ് വിത്ത് എക്സിസ്റ്റിംഗ് നോളജ് ഇൻ സം മീനിങ് വേസ്. നമുക്ക് നമ്മളുടെ നോളജ് ബേസിലുള്ള ഓൾഡ് നോളജുമായിട്ട് അല്ലെങ്കിൽ ഓൾറെഡി ഉള്ള നോളജ് എക്സിസ്റ്റിംഗ് നോളജുമായിട്ട് പുതിയ നോളജിനെ ഇൻറ്റഗ്രേറ്റ് ചെയ്യാനും പറ്റുന്നതായിരിക്കും. സോ ദ നോളജ് ഷുഡ് ബി, അപ്പോൾ അത് ചെയ്യുന്നതോടുകൂടി എന്താവും, നോളജ് ആക്യുറേറ്റ് ആവും, നോൺ റിഡൻഡൻ്റ് ആവും, കൺസിസ്റ്റൻ്റ് ആവും ആൻഡ് ഫെയർലി കംപ്ലീറ്റ് ആവും. സോ ഇങ്ങനെ നമ്മൾ നോളജ് അക്വിസിഷൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ്, അക്യുറേറ്റ് ആവുന്നുണ്ടോ നോക്കണം, നോൺ റിഡൻഡൻ്റ് ആവുന്നുണ്ടോ നോക്കണം, കൺസിസ്റ്റൻ്റ് ആണോ, ഫെയർലി കംപ്ലീറ്റഡ് ആണോ എന്നുള്ളതൊക്കെ നോക്കണം. ഓക്കെ, സോ നോളജ് അക്വിസിഷൻ സപ്പോർട്ട് ദ ആക്ടിവിറ്റീസ് ലൈക്ക് എൻറ്ററിങ് ദ നോളജ് ആൻഡ് മെയിൻറ്റെയിനിങ് നോളജ് ബേസ്. സോ നോളജ് അക്വിസിഷൻ വഴി ചെയ്യുന്ന നോളജ് എക്സ്പേർട്ട് സിസ്റ്റത്തിന് നോളജ് അക്വിസിഷൻ എങ്ങനെയാണ് സഹായിക്കുന്നത്, നോളജിനെ അക്വയർ ചെയ്യാനും അതുപോലെ തന്നെ നോളജിനെ മെയിൻറ്റെയിൻ ചെയ്യാനും എല്ലാം സഹായിക്കുന്ന ഒരു മെയിൻ കോമ്പോണൻ്റാണ് അല്ലെങ്കിൽ മെയിൻ പാർട്ടാണ് നോളജ് അക്വിസിഷൻ എന്ന് പറയുന്നത്. നിങ്ങൾക്കിവിടെ കാണാൻ പറ്റും ഒരു നോളജ് എഞ്ചിനീയറിംഗ് റോൾസാണ് ഇൻട്രാക്റ്റീവ് നോളജ് അക്വിസിഷൻ. ഒരു നോളജ് അക്വിസിഷൻ്റെ കേസിൽ നോളജ് എഞ്ചിനീയേഴ്സിൻ്റെ റോൾസ് എന്തൊക്കെയാണ് എന്നുള്ളത് ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതിൽ നോളജ് അക്വിസിഷൻ വരുന്നുണ്ട്. സോ ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും നോളജ് എഞ്ചിനീയർ. സോ
നോളജ് എഞ്ചിനീയേഴ്സ് എന്തൊക്കെയാണ് ചെയ്യുന്നത്? ഇവിടെ കുറേ 2 എക്സ്പേർട്സും ഉണ്ട്, 2 ക്ലയൻസും ഉണ്ട്. ശ്രദ്ധിക്കുക, 2 എക്സ്പേർട്സ് ഉണ്ട്. ദാറ്റ് മീൻസ് ആ ഒരു ഡൊമൈനിൽ എക്സ്പേർട്ടായിട്ടുള്ള 2 എക്സ്പേർട്സ് ഉണ്ട്. ഈ ഒരു കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ടുള്ള ഈ ഒരു സിസ്റ്റത്തിന് ഉപയോഗപ്പെടുത്തേണ്ടതായിട്ടുള്ള 2 ക്ലയൻസും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ദെൻ എക്സ്പേർട്ട് 1 എന്ത് ചെയ്യുന്നു? നോളജിനെ ആദ്യം തന്നെ അക്വിസിഷൻ ചെയ്യുന്നു, നോളജിനെ ഗ്യാദർ ചെയ്യുന്നു. ദെൻ ആ നോളജ് ബേസിലോട്ട് അതിന് എന്ത് ചെയ്യാൻ പറ്റും? സ്റ്റോർ ചെയ്ത് വെക്കാൻ പറ്റും. അതുപോലെ തന്നെ അതിനെ വീണ്ടും എൻകോഡിങ് പ്രോസസ്സിലൂടെയൊക്കെ കമ്പ്യൂട്ടർ നോളജ് ബേസിലോട്ട് മാറ്റുന്നു. ദെൻ അത് എക്സ്പോർട്ട് സിസ്റ്റം ടൂൾസ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട് നെക്സ്റ്റ് വീഡിയോയിൽ. എക്സ്പേർട്ട് സിസ്റ്റം ടൂൾസ് യൂസ് ചെയ്തിട്ട് അത് എന്ത് ചെയ്യുന്നു? ക്ലയൻസിന് എന്ത് ചെയ്യുന്നു? ക്ലയൻറ്റ് 1-നാണ് ഇവിടെ എന്ത് ചെയ്യുന്നത്? ഈ ഒരു കാര്യം നോളജ് ബേസിലുള്ളത് നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റുന്നത്. സോ നോളജ് ബേസിലുള്ള ഒരു നോളജിനെ അക്വയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻകോഡിങ് പ്രോസസ്സ് നടത്തണം. സോ എൻകോഡിങ് പ്രോസസ്സ് നടത്തിയിട്ട് എക്സ്പേർട്ട് സിസ്റ്റം ടൂൾസ് വഴിയാണ് ക്ലയൻസിന് അത് കിട്ടുന്നത്. ഓക്കെ, സോ അങ്ങനെ ഇവിടെ എക്സ്പേർട്ട് 1-ൻ്റെ അടുത്തു നിന്നുള്ള നോളജുകൾ നമുക്ക് ഈ ഒരു ക്ലയൻറ്റിന് ഇവിടെ കിട്ടും. അതേപോലെ തന്നെ ഇവിടെ മറ്റൊരു എക്സ്പേർട്ട് 2 ഉണ്ട്. എക്സ്പേർട്ട് 2-നും എന്ത് ചെയ്യാം? നോളജ് അക്വിസിഷൻ പ്രോസസ്സിലോട്ട് പാർട്ടാകാൻ പറ്റും. ദാറ്റ് മീൻസ് എക്സ്പേർട്ട് 2-ൽ നിന്നും അക്വിസിഷൻ നോളജ് എടുക്കും. അതുപോലെ തന്നെ എക്സ്പേർട്സിനും എന്ത് ചെയ്യുക? തിരിച്ചു കൊടുക്കുക. നിങ്ങൾക്ക് ഈ ഡബിൾ ഹെഡഡ് ആരോ ആണ് കാണുന്നത്. ദാറ്റ് മീൻസ് 2 സൈഡിലോട്ടും നോളജ് ട്രാൻസ്ഫറിങ് അവിടെ ഉണ്ട് എന്നുള്ളതാണ്. ദെൻ അതുപോലെ തന്നെ എക്സ്പേർട്സിന് നോളജ് എഞ്ചിനീയറിനെ അഡ്വൈസ് ചെയ്യാനും തിരിച്ച് അഡ്വൈസ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ട്. ക്ലയൻസിന് നോളജ് എഞ്ചിനീയറായിട്ടുള്ള ഡയറക്റ്റ് കണക്ഷൻ എങ്ങനെയാണ്? ട്രെയിൻ ചെയ്യാണ്. നോളജ് എഞ്ചിനീയർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ക്ലയൻറ്റിനെ ട്രെയിൻ ചെയ്യാൻ പറ്റും, തിരിച്ചും ട്രെയിൻ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ട്. സോ അതേപോലെ തന്നെ ക്ലയൻറ്റ് 2 ഉണ്ടോ? എന്താണ്? എക്സ്പേർട്ട് സിസ്റ്റം ടൂൾസുമായിട്ട് കണക്ട് ചെയ്തിട്ടാണ് നിൽക്കുന്നത്. കാരണം അത് ഉപയോഗിച്ചിട്ടാണ് അത് നോളജ് അക്വയർ ചെയ്യുന്നത്, നോളജ് നമുക്ക് യൂസ് ചെയ്യുന്നത്. ഓക്കെ, സോ ഇൻ ബിറ്റ്വീൻ ആയിട്ട് കുറേ കണക്ഷൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റും. നോളജ് അക്വിസിഷനിൽ നോളജ് എഞ്ചിനീയർക്ക് എന്ത് ചെയ്യാൻ പറ്റും? നോളജ് അക്വിസിഷൻ പ്രോസസ്സിൻ്റെ ഭാഗമാക്കാൻ പറ്റും. ഇങ്ങോട്ടും പറ്റും, അങ്ങോട്ടും പറ്റും. ഇങ്ങോട്ട് ആക്സസ് ചെയ്യാനും അങ്ങോട്ട് നോളജ് അക്വിസിഷനിലോട്ട് നടത്താനും പറ്റും. ഓക്കെ, മാനേജ് ചെയ്യാൻ പറ്റും. മാനേജ് അക്വിസിഷനാണ്. അതുപോലെ തന്നെ എഡിറ്റ് ചെയ്യാൻ പറ്റും. അക്വിസിഷനെ മാനേജ് ചെയ്യാണ് നോളജ് എഞ്ചിനീയർ ഇവിടെ ചെയ്യുന്നത് മെയിനായിട്ടും. അതുപോലെ തന്നെ നോളജ് ബേസിനെ എന്ത് ചെയ്യുന്നു? എഡിറ്റ് ചെയ്യാൻ പറ്റും. ആർക്ക്? നോളജ് എഞ്ചിനീയേഴ്സിന്. അതുപോലെ തന്നെ നോളജ് എഞ്ചിനീയേഴ്സിന് എൻകോഡിങ്ങിനെ മാനേജ് ചെയ്യാൻ പറ്റും. മെയിൻലി മാനേജിങ്ങും എഡിറ്റിങ്ങുമാണ് നോളജ് എഞ്ചിനീയർ ചെയ്യുന്നത്. അതുപോലെ തന്നെ കമ്പ്യൂട്ടർ നോളജ് ബേസിനെ എഡിറ്റ് ചെയ്യാനുള്ള ഓപ്ഷന്മാർക്കാണുള്ളത്, നോളജ് എഞ്ചിനീയേഴ്സിനാണുള്ളത്. അതുപോലെ തന്നെ എക്സ്പേർട്ട് സിസ്റ്റം ടൂൾസിനെ വാലിഡേറ്റ് ചെയ്യുക. സോ ആ ടൂൾ യൂസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യങ്ങളൊക്കെ വാലിഡേറ്റ് ചെയ്യാനുള്ളതും നോളജ് എഞ്ചിനീയേഴ്സിനാണ്. സോ ഈ ഒരു ഡയഗ്രാം ഇമ്പോർട്ടൻ്റ് ആണ്, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ ഏകദേശം കാര്യങ്ങളൊക്കെ കവർ ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാര്യങ്ങൾ മനസ്സിലാവും. ഓക്കെ, ദെൻ നോളജ് അക്വിസിഷൻ ടെക്നിക്സ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. The role of knowledge engineer is also very important with respect to develop the refinement of knowledge. നമുക്കറിയാം നോളജ് എഞ്ചിനീയർ റോൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. ഒരു നോളജിനെ നമുക്ക് മെയിൻലി മാനേജ് ചെയ്യുകയും എഡിറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നത് ആരാണ്? നോളജ് എഞ്ചിനീയേഴ്സാണ്. സോ നോളജ് എഞ്ചിനീയേഴ്സ് മേ ബി ദ പ്രൊഫഷണൽ who elicit knowledge from experts, അല്ലേ? സോ നോളജ് എഞ്ചിനീയേഴ്സാണ് അത് ഈ ഒരു എക്സ്പേർട്ട് സിസ്റ്റവുമായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു പ്രൊഫഷണലാണ്. സോ അദ്ദേഹമായിരിക്കും ഈ എക്സ്പേർട്സിൻ്റെ കയ്യിൽ നിന്നുള്ള നോളജുകളെ മാനേജ് ചെയ്യുന്നത്. ദേ ഇൻ്റഗ്രേറ്റ് നോളജ് ഫ്രം വേരിയസ് സോഴ്സ് ലൈക്ക് ക്രിയേറ്റ്സ് ആൻഡ് എഡിറ്റ് കോഡ്, ഓപ്പറേറ്റ്സ് ദ വേരിയസ് ഇൻട്രാക്റ്റീവ് ടൂൾസ്, ബിൽഡ് ദ നോളജ് ബേസ്, അല്ലേ? സോ അദ്ദേഹം ചെയ്യുന്നത് എന്തൊക്കെയാണെന്നുള്ളത് നമ്മളിവിടെ ഈ ഒരു പ്രീവിയസ് ഇമേജിൽ കണ്ടതാണ്. എന്ത് ചെയ്യുന്നു? ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്, എഡിറ്റ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വേരിയസ് ഇൻട്രാക്ഷൻ ടൂൾസിനെ എന്ത് ചെയ്യുന്നുണ്ട്? ഓപ്പറേറ്റ്സ് ചെയ്യുന്നുണ്ട്. നോളജ് ബേസിൽ ബിൽഡ് ചെയ്തെടുക്കുന്നുണ്ട്. സോ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് ആരാണ്? നോളജ് എഞ്ചിനീയേഴ്സാണ്. സോ നമുക്ക് നെക്സ്റ്റ് നോക്കാനുള്ളത് മെനി ടെക്നിക്സ് ഹാവ് ബീൻ ഡെവലപ്ഡ് ടു ഡെഡ്യൂസ് നോളജ് ഫ്രം ആൻ എക്സ്പേർട്ട്. ഒരു എക്സ്പേർട്ടിൽ നിന്നും എങ്ങനെ നോളജ് ഡെഡ്യൂസ് ചെയ്തെടുക്കാം, അതിന് വേണ്ടിയിട്ടുള്ള ടെക്നിക്സാണ് നമ്മൾ നെക്സ്റ്റ് നോക്കാൻ പോകുന്നത്. അതിന് വേണ്ടിയിട്ടുള്ള അഥവാ നോളജ് എക്സ്പേർട്സിൽ നിന്നും നോളജിനെ എന്ത് ചെയ്യുന്നു? ഡെഡ്യൂസ് ചെയ്തെടുക്കുന്ന വേണ്ടിയിട്ടുള്ള ആ ഒരു സ്റ്റെപ്പിന് നമ്മൾ പറയുന്ന പേരാണ് നോളജ്
അക്വിസിഷൻ ടെക്നിക്സ്, അതിന് വേണ്ടി ഉപയോഗിക്കുന്ന കാര്യത്തിനാണ് നമ്മൾ എന്ത് പറയുന്നത്, നോളജ് അക്വിസിഷൻ ടെക്നിക്സ് എന്ന് പറയുന്നത്. സോ ഏതൊക്കെയാണ് എന്നുള്ളത് നോക്കാം. ഒന്ന് ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ടെക്നിക്ക്, നമുക്ക് നോളജ് അക്വിസിഷൻസ് എങ്ങനെയൊക്കെ നടത്താം എന്നുള്ളതാണ്. ഒന്ന് ഡയഗ്രാം ബേസ്ഡ് ആയിട്ടുള്ള ടെക്നിക്സ് ഉപയോഗിക്കാം, മെട്രിക്സ് ബേസ്ഡ് ആയിട്ടുള്ള ടെക്നിക്ക് ഉപയോഗിക്കാം, ഹൈറാർക്കി ജനറേഷൻ ടെക്നിക്സ് ഉപയോഗിക്കാം, പ്രോട്ടോകോൾ അനാലിസിസ് ടെക്നിക്സ് ഉപയോഗിക്കാം, പ്രോട്ടോകോൾ ജനറേഷൻ ടെക്നിക്സ് ഉപയോഗിക്കാം, സോർട്ടിംഗ് ടെക്നിക്സ് ഉപയോഗിക്കാം. സോ ഇത്രയും ടെക്നിക്സാണ് നമുക്ക് മെയിനായിട്ടും ഉപയോഗിക്കാൻ പറ്റുക, ഒരു നോളജ് അക്വിസിഷൻ ടെക്നിക്കായിട്ട് ഉപയോഗിക്കാൻ പറ്റുക. സോ ഇവിടെ ഓരോന്നും ജസ്റ്റ് എന്തൊക്കെയാണ് എന്നുള്ളതൊന്ന് ജസ്റ്റ് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഇൻ ഡയഗ്രാം ബേസ്ഡ് ടെക്നിക്, ഡയഗ്രാം ബേസ്ഡ് ടെക്നിക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, അഥവാ നോളജ് അക്വിസിഷന് വേണ്ടിയിട്ട് നമ്മൾ ഡയഗ്രാം ബേസ്ഡ് ടെക്നിക്സ് ഉപയോഗിച്ച് കഴിഞ്ഞാൽ, ദി ജനറേഷൻ ആൻഡ് യൂസ് ഓഫ് കൺസെപ്റ്റ് മാപ്സ്, ഇവൻറ്റ് ഡയഗ്രാംസ് ആൻഡ് പ്രോസസ് മാപ്സ്, അല്ലേ? നമുക്ക് എന്താണ് കൺസെപ്റ്റ് മാപ്സ് ആയിട്ടോ അല്ലെങ്കിൽ ഇവൻറ്റ് ഡയഗ്രാംസ് ആയിട്ടോ പ്രോസസ് മാപ്സ് ഒക്കെ ആയിട്ടായിരിക്കും നമുക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഡയഗ്രാംസ് ആണ് മെയിനായിട്ടും ഡയഗ്രാം ബേസ്ഡ് ടെക്നിക്സിൽ ഉപയോഗിക്കുന്നത്. സോ ഡയഗ്രാംസ് ആയിട്ട് നമുക്ക് കൺസെപ്റ്റ് മാപ്സ്, ഇവൻറ്റ് ഡയഗ്രാംസ്, പ്രോസസ് മാപ്സ് ഒക്കെയാണ് ഉപയോഗിക്കുന്നത്. ദിസ് ടെക്നിക്സ് captures the features like why, when, who, how and where. ഈ ടെക്നിക്സുകൾ എന്തൊക്കെ ഫീച്ചേഴ്സാണ് ക്യാപ്ചർ ചെയ്തിരിക്കുന്നത്, എപ്പോഴാണ്, വൈ എന്തുകൊണ്ടാണ്, അതുപോലെ തന്നെ എപ്പോഴാണ്, ആരാണ്, എന്താണ്, എവിടെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഈ ഒരു നോളജിനെ കുറിച്ചിട്ടുള്ള ഇത്രയും ഡീറ്റെയിൽസും കാര്യങ്ങളുമാണ് അത് ക്യാപ്ചർ ചെയ്തെടുക്കുന്നത് ത്രൂ എന്ത് വഴി, ഡയഗ്രാംസ് വഴി. ഓക്കെ, ഡയഗ്രാം ബേസ്ഡ് ടെക്നിക്സിലൂടെ ഇത്രയും കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുന്നുണ്ട്, അക്വയർ ചെയ്തെടുക്കുന്നുണ്ട്. ഓക്കെ, സോ അതാണ് ഡയഗ്രാം ബേസ്ഡ് ടെക്നിക് എന്ന് പറയുന്നത്. ദെൻ മെട്രിക്സ് ബേസ്ഡ് ടെക്നിക്സ് ഇൻവോൾവ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഗ്രിഡ്സ് ഇൻഡിക്കേറ്റ് സച്ച് തിങ്സ് ആസ് പ്രോബ്ലം എൻകൗണ്ടേർഡ് എഗെയിൻസ്റ്റ് പോസിബിൾ സൊല്യൂഷൻസ്. മെട്രിക്സ് ബേസ്ഡ് ടെക്നിക്സിൽ എന്താണ് ഇൻവോൾവ് ചെയ്യുന്നത്, ഗ്രിഡ്സ് ആണ് കൺസ്ട്രക്ട് ചെയ്തെടുക്കുന്നത്. സോ അത് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് എന്തിനെയാണ്, പ്രോബ്ലംസ് എൻകൗണ്ടർ ചെയ്തിട്ടുണ്ടോ, ഒരു പർട്ടിക്കുലർ അഥവാ ഒരു പോസിബിൾ സൊല്യൂഷൻസ് നമ്മൾ എൻകൗണ്ടർ ചെയ്തിട്ടുണ്ടോ ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തിന് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, ഗ്രിഡ്സ് കൺസ്ട്രക്ഷൻ വഴിയാണ് അത് എന്ത് ചെയ്യുന്നത്, ചെയ്യുന്നത്. അത് അങ്ങനെ ഗ്രിഡ്സ് കൺസ്ട്രക്ഷൻ ഇൻവോൾവ്ഡ് ആയിട്ടുള്ള ഒരു ടെക്നിക്കാണ് മെട്രിക്സ് ബേസ്ഡ് ടെക്നിക്ക് എന്ന് പറയുന്നത്. ദെൻ ഹൈറാർട്ടിക്കൽ ടെക്നിക്സ് എന്ന് പറയുന്നത് ആർ യൂസ്ഡ് ടു ബിൽഡ് ഹൈറാർട്ടിക്കൽ സ്ട്രക്ചർ ലൈക്ക് ട്രീനെ പോലെ എന്ത് ചെയ്യുന്നു, ഒരു സ്ട്രക്ചർ ഡെവലപ്പ് ചെയ്തെടുക്കുക. എന്തിനു വേണ്ടിയിട്ട്, നോളജ് അക്വിസിഷൻസ്. അങ്ങനെ നമ്മൾ ഇത് ചെയ്യുന്നു, ഇതിൽ നിന്ന് ഇത് എന്നുള്ള രീതിയിൽ അങ്ങനെ എന്ത് ചെയ്യുന്നു, ട്രീ സ്ട്രക്ചറിനെ പോലെ ഒരു ഹൈറാർട്ടിക്കൽ സ്ട്രക്ചർ ബിൽഡ് ചെയ്തെടുക്കുന്നതിനാണ് ഹൈറാർട്ടിക്കൽ ടെക്നിക്ക് എന്ന് പറയുന്നത്. ദെൻ പ്രോട്ടോകോൾ അനാലിസിസ് ടെക്നിക്ക്, അതെന്താണ്, ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദ ടൈപ്പ് ഓഫ് നോളജ് ലൈക്ക് ഗോൾസ്, ഡിസിഷൻസ്, റിലേഷൻഷിപ്പ് എക്സെട്ര. പ്രോട്ടോകോൾ അനാലിസിസ് ടെക്നിക്ക് യൂസ് ചെയ്യുന്നത് എന്താണ്, ടൈപ്പ് ഓഫ് നോളജ് എന്ത് ചെയ്യുന്നു, ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ടൈപ്പ് ഓഫ് നോളജുകൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ് പ്രോട്ടോകോൾ അനാലിസിസ് ടെക്നിക്സ് യൂസ് ചെയ്യുന്നത്. എങ്ങനെയുള്ള എന്തൊക്കെയാണ് ടൈപ്പ് ഓഫ് ഗോൾസ്, ഇപ്പോൾ ഡിസിഷൻസ്, റിലേഷൻഷിപ്പ് പോലുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അക്വയർ ചെയ്തെടുക്കുക പ്രോട്ടോകോൾ അനാലിസിസ് ടെക്നിക്സ് യൂസ് ചെയ്തിട്ടാണ്. The protocol generation technique include various type of interviews like structured, semi-structured and unstructured. ഈ പ്രോട്ടോകോൾ ജനറേഷൻ ടെക്നിക്ക് ഇൻക്ലൂഡ് ചെയ്യുന്നതാണ് ഏതൊക്കെ, ഇപ്പോൾ നമുക്ക് വേരിയസ് ടൈപ്പ് ഓഫ് ഇൻ്റർവ്യൂസ് നമുക്കറിയുന്നതാണ്. സ്ട്രക്ചേർഡ് ആയിട്ടുള്ളതുണ്ട്, സെമി സ്ട്രക്ചേർഡ് ആയിട്ടുള്ളതുണ്ട്, അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസൊക്കെ ഉണ്ട്. സോ അങ്ങനെയുള്ള ഇൻ്റർവ്യൂസൊക്കെ ഏത് പ്രോട്ടോകോൾ ജനറേഷൻ ടെക്നിക്കിൽ വരുന്നതാണ്. ഓക്കെ, സോ പ്രോട്ടോകോൾ ജനറേഷൻ ടെക്നിക്സ് ആണ് നമ്മൾ മെയിനായിട്ടും ഇൻ്റർവ്യൂസൊക്കെ നടത്തിയിട്ടാണ് ഒരു എക്സ്പേർട്ടിൽ നിന്നും മെയിനായിട്ടും എന്ത് ചെയ്യുന്നത്, നോളജ് അക്വിസിഷൻ ചെയ്യുന്നത്. സോ നോളജ് അക്വിസിഷന് മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ് പ്രോട്ടോകോൾ ജനറേഷൻ ടെക്നിക്ക് എന്ന് പറയുന്നത്. ഓക്കെ, അതാണ് ഇവിടെ പറയുന്നത്. ദ മോസ്റ്റ് കോമൺ നോളജ് അക്വിസിഷൻ ടെക്നിക് ഈസ് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂസ്, അല്ലേ? മോസ്റ്റ് കോമൺ ആയിട്ടുള്ള നോളജ് അക്വിസിഷൻ ടെക്നിക്കാണ് ഫേസ് ടു ഫേസ് ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഇൻ്റർവ്യൂ ഈസ് വെരി ഇമ്പോർട്ടൻറ്റ് ടെക്നിക് വിച്ച് മസ്റ്റ് ബി പ്ലാൻ കെയർഫുള്ളി, അല്ലേ? അത് കെയർഫുള്ളി ആയിട്ട് നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ട് നടത്തേണ്ട ഒരു ടെക്നിക്കാണ് ഈ ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ദ റിസൾട്ട് ഓഫ് ആൻ ഇൻ്റർവ്യൂ മസ്റ്റ് ബി വെരിഫൈഡ് ആൻഡ് വാലിഡേറ്റ്. അതുപോലെ തന്നെ ഒരു ഇൻ്റർവ്യൂ കണ്ടക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ റിസൾട്ട് നമ്മൾ മസ്റ്റായിട്ടും വെരിഫൈ ചെയ്യുകയും വാലിഡേറ്റ് ചെയ്യുകയും ചെയ്യണം. സം കോമൺ വേരിയേഷൻ ഓഫ് അൺസ്ട്രക്ചേർഡ് ഇൻ്റർവ്യൂ ആർ talk through, teach through and
റീഡ് ത്രൂ അല്ലേ. നമുക്ക് പറയാം അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസും ഉണ്ട്, സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസ് ഉണ്ട്. സോ ഈ എന്താണ് അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസിൻ്റെ സം കോമൺ വേരിയേഷൻസ് ആണ് ഇവിടെ പറയുന്നത്. ഏതൊക്കെയാണ്? ടാക്ക് ത്രൂ ഉണ്ട്, അഥവാ ഇങ്ങനെ വെറുതെ സംസാരിക്കുക. അതുപോലെ തന്നെ ടീച്ച് ത്രൂ ഉണ്ട്, റീഡ് ത്രൂ ഉണ്ട്. ഇത്രയൊക്കെയാണ് അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസിൻ്റെ ടൈപ്പ്. ദ നോളജ് എഞ്ചിനീയേഴ്സ് സ്ലോലി ലേൺ അബൌട്ട് ദ പ്രോബ്ലം ദെൻ ക്യാൻ ബിൽഡ് എ റെപ്രസെൻറ്റേഷൻ ഓഫ് ദ നോളജ്. നോളജ് എഞ്ചിനീയേഴ്സ് സാധാരണ രീതിയിൽ എങ്ങനെയാണ് സ്ലോലി ലേൺ ചെയ്യുക ഒരു പർട്ടിക്കുലർ പ്രോബ്ലത്തെ കുറിച്ചിട്ട്. ദെൻ എന്ത് ചെയ്യുന്നു? നോളജിനെ ബിൽഡ് ചെയ്തെടുക്കുകയാണ് ചെയ്യുക. സോ എക്സ്പേർട്സ് യൂഷ്വലി ഫൈൻഡ് ഇറ്റ് വെരി ഡിഫിക്കൽട്ട് ടു എക്സ്പ്രസ് സം മോർ ഇമ്പോർട്ടൻറ്റ് നോളജ്. സോ എക്സ്പേർട്സിന് എപ്പോഴും എന്ത് പറ്റിക്കണമെന്നില്ല, നോളജിനെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോളജിനെ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിക്കണമെന്നില്ല. സോ ഡാറ്റ അക്വയർഡ് ആർ ഓഫ്റ്റൻ അൺറിലേറ്റഡ്, സോ എക്സിസ്റ്റ് എറ്റ് വേരിയിങ്. അതുപോലെ തന്നെ പല പ്രശ്നങ്ങളും ഈ ഒരു അക്വിസിഷൻ നേരിടുന്നുണ്ട്. അതെന്തൊക്കെയാണെന്നുള്ളതാണ് ഇവിടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞിട്ടുള്ളത്. എല്ലാ നോളജുകളും അക്വയർ ചെയ്യാൻ പറ്റിക്കണമെന്നില്ല, അല്ലെങ്കിൽ എക്സ്പ്രസ് ചെയ്യാൻ പറ്റിക്കണമെന്നില്ല. അതുപോലെ തന്നെ അൺറിലേറ്റഡ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കും ചിലപ്പോൾ അക്വയർ ചെയ്യുന്നുണ്ടാവുക. അതുപോലെ തന്നെ എക്സിസ്റ്റിംഗ് അറ്റ് വേരിയിങ് ലെവൽസ് ഓഫ് കോംപ്ലക്സിറ്റി, പലതരത്തിലുള്ള കോംപ്ലക്സിറ്റിയിലുള്ള ഡാറ്റാസ് നോളജ് ആയിരിക്കും കിട്ടുന്നുണ്ടാവുക. ആൻഡ് ആർ ഡിഫിക്കൽട്ട് ഫോർ നോളജ് എഞ്ചിനീയർ ടു റിവ്യൂ. അതുപോലെ തന്നെ ഇത് റിവ്യൂ ചെയ്യുക എന്നുള്ളത് നോളജ് എഞ്ചിനീയേഴ്സിന് ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. അതുപോലെ തന്നെ ഇൻ്റർപ്രറ്റ് ആൻഡ് ഇൻറ്റിഗ്രേറ്റ്, അഥവാ റിവ്യൂ ചെയ്യാനും ഇൻറ്റിഗ്രേറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യാനൊക്കെ എന്താണ് നോളജ് എഞ്ചിനീയേഴ്സിന് ഡിഫിക്കൽട്ടി ഫീൽ ചെയ്യാറുണ്ട്. ബട്ട് ഓൺ ദ അതർ ഹാൻഡ് ഇത് അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസിൻ്റെ കേസാണ് പറഞ്ഞത്. ദെൻ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസിൻ്റെ കേസിൽ എന്താണ് ഒരു സിസ്റ്റമാറ്റിക് ഗോൾ ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ് ഈ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂ എന്ന് പറയുന്നത്. ഇറ്റ് ഫോക്കസ് ഓൺ ഓർഗനൈസ്ഡ് കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ദ നോളജ് എഞ്ചിനീയർ ആൻഡ് ദ എക്സ്പേർട്ട് അല്ലേ. ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ഉണ്ടാവുക ആർക്കിടയിൽ, ഒരു എക്സ്പേർട്ടിനും അതുപോലെ തന്നെ നോളജ് എഞ്ചിനീയർക്കും ഇടയിൽ. ഈ ഒരു ഇൻ്റർവ്യൂവിൽ ഒരു ഓർഗനൈസ്ഡ് ആയിട്ടുള്ള കമ്മ്യൂണിക്കേഷൻ ആയിരിക്കും ഉണ്ടാവുക, സിസ്റ്റമാറ്റിക് ആയിരിക്കും. ഈ സ്ട്രക്ചർഡ് ഇൻ്റർവ്യൂ പേഴ്സണൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് അനാലിറ്റിക്കൽ സ്കിൽസ് ആർ ഇമ്പോർട്ടൻ്റ് അല്ലേ. എന്താണ് ഒരു സ്ട്രക്ചർഡ് ഇൻ്റർവ്യൂവിൻ്റെ പ്രത്യേകത എന്താണ്? അതിനെന്ത് വേണം? ഈ രണ്ട് പേർക്കും, നോളജ് എഞ്ചിനീയർക്കും എക്സ്പേർട്സിനും എന്ത് വേണം? ഇൻ്റർപേഴ്സണൽ കമ്മ്യൂണിക്കേഷനും അതുപോലെ തന്നെ അനലിറ്റിക്കൽ സ്കില്ലും നിർബന്ധമാണ്. ഓക്കെ, ഇതാണ് സ്ട്രക്ചേർഡ് ആയിട്ടുള്ളയും അൺസ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഇൻ്റർവ്യൂസിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത്. ഇൻ്റർവ്യൂ ആണ് ഒരു നോളജ് അക്വിസിഷനിൽ മെയിനായിട്ട് ഉപയോഗിക്കുന്ന ഒരു മെത്തേഡ് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിൻ്റെ ചലഞ്ചുകളാണ് നമ്മളിവിടെ പറയുന്നത്. ഇഷ്യൂസ്, നോളജ് അക്വിസിഷൻ്റെ ഇഷ്യൂസ് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് റിപ്പീറ്റ് ചെയ്ത് വരുന്നു, അത് പോയിൻ്റാക്കി വെച്ചു എന്നേ ഉള്ളൂ. മോസ്റ്റ് നോളജ് ഈസ് ഇൻ ദ ഹെഡ് ഓഫ് എക്സ്പേർട്ട് അല്ലേ. കാരണം എന്താണ്, നമുക്കറിയാം മോസ്റ്റ് നോളജ് ഉണ്ടാവുക എക്സ്പേർട്സിൻ്റെ കയ്യിലായിരിക്കും. സോ അതുപോലെ തന്നെ അത് ഒരു സെൻട്രിക് ആണ് അല്ലേ, എക്സ്പേർട്സിൻ്റെ കയ്യിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരു നോളജുകൾ ഉണ്ടാവും. അതുപോലെ തന്നെ എക്സ്പേർട്സ് ഹാവ് വാസ്റ്റ് എമൗണ്ട് ഓഫ് നോളജ്, എക്സ്പേർട്സിന് വാസ്റ്റ് എമൗണ്ട് ഓഫ് നോളജ് ഉണ്ടാവും, അത് പറഞ്ഞ കാര്യം തന്നെയാണ്. ദെൻ എക്സ്പേർട്സ് ആർ വെരി ബിസി ആൻഡ് വാല്യബിൾ പീപ്പിൾസ്, അതുപോലെ തന്നെ എക്സ്പേർട്സ് എന്താവണം, ചിലപ്പം ബിസി ആയിട്ടുള്ള വാല്യബിൾ ആയിട്ടുള്ള പീപ്പിൾസ് ആവും. സോ എപ്പോഴും അവരുടെ കയ്യിലുള്ള നോളജ് നമുക്ക് അക്വയർ ചെയ്യാൻ പറ്റിക്കോണമെന്നില്ല. അതുപോലെ തന്നെ ഈച്ച് എക്സ്പേർട്ട് ഡസ് നോട്ട് നോ എവറിത്തിങ്, ഓരോ എക്സ്പേർട്സിനും എല്ലാ കാര്യങ്ങളും അറിഞ്ഞോണമെന്നില്ല. ചില എക്സ്പേർട്സ് ചില കാര്യങ്ങൾ അറിയും, ചിലർക്ക് ചില കാര്യങ്ങൾ അറിയും. സോ അതൊക്കെ എന്താണ് നോളജ് അക്വിസിഷൻ്റെ ഒരു ഇഷ്യൂ ആണ്, അല്ലെങ്കിൽ ചലഞ്ചാണ്. അതുപോലെ തന്നെ നോളജ് ഈസ് ഷോർട്ട് ലിവ്ഡ്, അതുപോലെ തന്നെ നോളജ് എന്താണ് ഷോർട്ട് ലിവ്ഡ് ആവാം. എല്ലായ്പ്പോഴും ഒരേ കാര്യം നമുക്ക് നോളജായിട്ട് എടുക്കാൻ പറ്റുമോ? ഇല്ല, പരിഗണിക്കാൻ പറ്റില്ല. ചിലപ്പോൾ മാറിക്കൊണ്ടിരിക്കുന്ന നോളജുകളാവാം. അതുപോലെ തന്നെ ഡിഫറൻസ് ഇൻ എക്സ്പേർട്ട് ഒപ്പീനിയൻസിൽ ഡിഫറൻസ് ഫീൽ ചെയ്യാൻ ചാൻസ് ഉണ്ട്. പല എക്സ്പേർട്സും പല ഒപ്പീനിയൻസ് ഉള്ളവരാവാം. സോ അതൊക്കെ എന്താണ് നോളജ് അക്വിസിഷൻസിനെ ഫേസ് ചെയ്യുന്ന ഇഷ്യൂസാണ് അല്ലെങ്കിൽ ചലഞ്ചസ് ആണ്. സോ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, താങ്ക് യു.